അന്ധകാരങ്ങളിൽ നിന്നും ഇരുന്നൂരി വെളിച്ചത്തിലേക്കുള്ള നിങ്ങളുടെ പ്രയാണത്തിന് ഇവിടെ അറിയാം ദുലുമാത്തെന്നുള്ളത് ബഹുവചനമാണ്, നൂറ് എന്നത് ഏകവചനമാണ്. സ്വാഭാവികമായി ഗ്രാമർ പ്രകാരം ബഹുവചനം പറഞ്ഞാൽ അതിനോട് ചേർന്ന് സമീകൃതമായി പറയുന്നത് ബഹുവചനമാണ്. ഇരുട്ടിനെ ബഹുവചനമായും വെളിച്ചത്തെ ഏകവചനമായും പറയാനുള്ള കാരണം ഇരുട്ടിന്റെ ശക്തികൾ ധാരാളമുണ്ട്. പക്ഷേ വെളിച്ചത്തിന്റെ പ്രഭവസ്ഥാനം ഒന്നു മാത്രമേ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ. ആ വെളിച്ചമാണ് ഈ ലോകത്തിന് വെളിച്ചം നൽകിയ ആ ഏക വെളിച്ച ദിശാബോധത്തിന്റെ പേരാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. എന്തിനാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ നിലകൊള്ളുന്നത്? എന്താണ് അതിന്റെ ലക്ഷ്യം? എന്താണ് അതിന്റെ പ്രയാണം? കഴിഞ്ഞ ദിവസം കരിപ്പൂരിനെ പാൽക്കടലാക്കിയ ആ മഹാജനസാഗരത്തിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ എല്ലാവരുടെയും പ്രൗഢ ഗംഭീരമായ നേതൃത്വം സയ്യിദുൽ ഉലമ സയ്യിദ് ഇഫ്രീ മുത്തുക്കോയ തങ്ങൾ വളരെ സുവ്യക്തമായി വ്യക്തമായി സ്ഫടിക സമാനമായ സ്ഫുടതയുള്ള വാക്കുകളോടെ മഹാനവറുകൾ കഴിഞ്ഞ കരിപ്പൂർ സമ്മേളനത്തിൽ കൃത്യമായി എന്തിനാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലൂടെ നടന്നു പോകാൻ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കൊല്ലം ജില്ലയിൽ ആ ചേളാരി എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു നന്മയുടെ വെളിച്ച കേന്ദ്രത്തിന് ആതിഥേയത്വം വരളിയതുപോലെ കൊല്ലം ജില്ലയുടെ ദേശിംഗനാടിന്റെ വേമ്പനാട് കായലിന്റെ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടതാണ്. അതിനേക്കാൾ വലിയ ഒരു ഇല്ലമായി കൊല്ലം നഗരത്തിൽ കണ്ണനല്ലൂരിലെ SR ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ആ ഒരു വലിയ വെളിച്ചത്തിന് ആതിഥേയത്വം വരളുകയാണ്. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ വാക്കുകൾക്ക് നാം കാതോർക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഈ പ്രകടനത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒരു വെളിച്ചത്തിന് തിരികൊളുത്താൻ ഈ വിളക്കിൽ സ്ഥാനമുണ്ടായിരുന്നു എന്നതാണ്. ഈ പ്രദേശം ഇനി ഒരു ആത്മീയതയുടെ തലസ്ഥാന നഗരമാകും. ഈ പ്രദേശം ഇനി ആത്മീയതയുടെ പ്രഭസ്ഥാനമാകും. ഇവിടെ നന്മയുടെ വലിയ വലിയ പ്രകടനങ്ങൾ ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടുകൂടി സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന ഒരു ശീർഷകത്തിലൂടെ നിൽക്കുമ്പോൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അല്ല, കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ 95 വർഷത്തെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ തുടങ്ങിയ കാലം മുതൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ജില്ലാ കമ്മിറ്റിയുടെ സുദീർഘമായി പ്രവർത്തിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് സയ്യിദ് മുഹ്സിൻ കോയ തങ്ങൾ പ്രസിഡന്റും ഈ വിനീതൻ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഐതിഹാസികമായ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു മനോഹരമായ ആതിഥേയത്തിന് അവസരമൊരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജമീയത്തുൽ മുഅല്ലിമീന്റെ മഹത്തായ വാർഷിക സമ്മേളനത്തിന് കൊല്ലം ആശ്രമം മൈതാനിയിൽ ആതിഥേയത്വം വരളാൻ ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. 95 വർഷക്കാലത്തെ ഗതകാല പ്രയാണത്തിന്റെ ഇടയിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയ്ക്ക് ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ, അതും ധാരാളം വർഷങ്ങളായി ചർച്ചകൾ നടക്കുമ്പോഴും 2-3 ഘട്ടങ്ങളായി യഥാർത്ഥത്തിൽ ഇന്ന് മഹാനവറുകൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇഫ്രീ മുത്തുക്കോയ തങ്ങൾ പള്ളിമുക്ക് ജംഗ്ഷനിൽ വെച്ച് നടന്ന ഒരു ആദർശ സമ്മേളനത്തിലെ മഹാനവറുകളുടെ പ്രസംഗത്തിൽ നിന്നാണ് ഇതിന്റെ ഫണ്ട് പിരിവ് ആദ്യമായി തുടങ്ങുന്നത്. രണ്ടാമത് പിന്നീട് അത് പല ഘട്ടങ്ങളായി വിനീതനെ നിർവഹിക്കുകയും മഹാനായ സയ്യിദുൽ ഉലമയുടെ 2ാം വരവിൽ കൊല്ലൂർ വിളയിലെ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഓഫീസ് ഉള്ളിൽ വെച്ച് നടത്തിയ 2ാം ഘട്ട പിരിവിൽ അവിടെയും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ചുരുങ്ങിയ 5 മാസക്കാലം കൊണ്ട് അത് രൂപീകരിച്ചെടുക്കുകയും ബഹുമാനപ്പെട്ട ലബ്ബാ സാഹിബ് നമുക്ക് നൽകിയ ആതിഥേയത്വം അരുളിയ ഈ ഒരു സ്ഥലത്തിൽ മനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കപ്പെടാൻ കഴിയുമ്പോൾ ഈ കമ്മിറ്റിയുടെ ഏറ്റവും വലിയൊരു നേട്ടമായി അതിനെ വിലയിരുത്തുകയും അതിനുവേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകളോടും എല്ലാവരുടെയും കൂട്ടായ്മയാണിത്. പോഷക പ്രസ്ഥാനങ്ങളുടെ SYSന്റെ, SKSSFന്റെ, SMFന്റെ, ജമീയത്തുൽ മുഅല്ലിമീന്റെ, ജമീയത്തുൽ മുദരിസീന്റെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിന് നേതൃത്വം നിർവഹിച്ചു. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നതിനോടൊപ്പം ഈ പണികൾക്ക് നേതൃത്വം കൊടുത്ത് വളരെ കാലതാമസമില്ലാതെ ഇതിനെ പൂർത്തിയാക്കുന്നതിന് നേതൃത്വം വഹിച്ച വളരെ ധാരാളം ആളുകളുണ്ടെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്ത് ഗബീൻ മുട്ടയ്ക്കാവ് പ്രത്യേകം അദ്ദേഹം അഭിനന്ദനം അറിയിക്കും. ഞാൻ പറഞ്ഞത് എനിക്ക് സമയമില്ല. ഞാൻ 5 ദിവസമൊന്നുമല്ല, 2 ദിവസം ഇവിടെ ഉണ്ട്. ചിലപ്പോഴൊക്കെ ഔട്ട് ഓഫ് റേഞ്ചിൽ പോകുമെങ്കിലും കൃത്യമായി ഫോണിലൂടെ ബന്ധപ്പെടുകയും രാപകലില്ലാതെ ഇവിടെ നടന്ന് അതിനെ പൂർണ്ണമായി പൂർത്തീകരിച്ചതിന് നമ്മൾ ഇതിന് സാന്നിധ്യം വരളുമ്പോ അതിന് കൂടെ നിന്ന് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന ദുആയോടെ ഇതിനെ കാരണക്കാരനായ ലബ്ബാ സാഹിബിന് അള്ളാഹു അദ്ദേഹത്തിന്റെ വാപ്പയുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. ഏറ്റവും അഭിനന്ദിക്കേണ്ടത് വെറും ഒരു നടവഴി മാത്രമുണ്ടായിരുന്ന ഈ സ്ഥലം
കണ്ണനല്ലൂര് SR ജംഗ്ഷനിൽ നിന്ന് റഹീം സാഹിബിനോട് ഞങ്ങൾ പോയി സംസാരിക്കുമ്പോ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തന്നു. ഇന്നും അദ്ദേഹത്തിന്റെ സ്ഥലം ഞങ്ങൾക്ക് തുറന്നു തന്നു. അദ്ദേഹത്തിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നടപടി മാത്രമുണ്ടായിരുന്ന ഈ ഭാഗത്ത് ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ ഒരു സെന്റിന് നിലനിൽക്കാൻ ബാധ്യതയുള്ള ഈ സ്ഥലത്ത് ഇത്രയും വിശാലമായ ഒരു വഴി വണ്ടിക്ക് വരാൻ വേണ്ടി തന്നത് തികച്ച് സൗജന്യമായിട്ടാണ്. തരാൻ പറ്റില്ല എന്ന് ക്ഷണിക്കുമ്പോഴും ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിക്കുമ്പോ ഞങ്ങൾ അതിന് വില തരാം, ഒരു വാഹനം വരാനുള്ള സ്ഥലം വേണം. അവസാനം തരില്ല എന്ന് പറഞ്ഞ് ക്ഷണിച്ചതിൽ നിന്ന് 1 രൂപ പോലും വേണ്ട എന്ന് പറഞ്ഞ് ഇവിടേക്കുള്ള ഈ വഴി നമ്മുടെ തൊട്ടടുത്ത വീട്ടുകാരൻ, അതിന്റെ തുടക്കക്കാർ, അവർ കെട്ടിവെച്ച മതില് പൊളിച്ചു മാറ്റി ഇത്രയും വലിയ ഇത്രയും വിലയുള്ള ഒരു സ്ഥലം വിശാലതയോടെ തുറന്നു തന്ന അവരെ പൂർണ്ണമായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടുകൂടി ഇതിനു വേണ്ടി എല്ലാ സമയത്തും ക്ഷണിക്കുമ്പോൾ സയ്യിദുൽ ഉലമ ഒരു ഡേറ്റ് തരും. ഇന്ന് ബഹുമാനം അള്ളാഹു മഹാനവറുകൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ആ ശബ്ദത്തെ അള്ളാഹു നിലനിർത്തി തരട്ടെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആദർശനിഷ്ഠയുടെ ആ കണിശത മുഖത്തെ വാക്കുകളെ, എരിമകളെ അള്ളാഹു അവസാനം വരെ അനുഭവിക്കാനും അനുധാവനം ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന ദുആയോടെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനരായ നേതാക്കന്മാരെല്ലാവരും ഈ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അവസാനിക്കുന്നു. ഇതിനു വേണ്ടി സദക്ക ചെയ്ത, ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. വലിയൊരു ഭാരിച്ച ബാധ്യത കൂടി ബാക്കിയുണ്ട്. എല്ലാവരും അതിൽ സർവാത്മന റമളാനാണ് വരുന്നത്. ഇതിപ്പോ ഇത്രയും പൂർത്തിയായി നിൽക്കുമ്പോഴും ഏതാണ്ട് ഒരു 15 ലക്ഷത്തോളം രൂപ ബാധ്യതയായി നിലനിൽക്കാൻ. എനിക്ക് ഇവിടെ അവസാനം പറയാനുള്ളത്, വിശുദ്ധ റമളാനാണ്. നിങ്ങളുടെ സദക്കകൾ മാറ്റിവെക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ആസ്ഥാന മന്ദിരത്തിന് വേണ്ടി അതിന്റെ കടം വീട്ടാൻ വേണ്ടി നിങ്ങളുടെ അതിൽ നിന്ന് ഓരോഹരി മാറ്റിവെച്ച് സഹായിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.